പ്രായമായാൽ മക്കളും പേരക്കുട്ടികളും ഒത്തുചേരുക, അവർക്കൊപ്പം സന്തോഷ നിമിഷങ്ങൾ ചെലവഴിക്കുക എന്നതിനപ്പുറം അപ്പൂപ്പൻ അമ്മൂമ്മമാർക്ക് മറ്റൊന്നുമില്ല. അങ്ങനെയൊരു സന്തോഷത്തിലായിരുന്നു മീര ജാസ്മിൻ്റെ പിതാവ് ജോസഫ് ഫിലിപ്പ്. 3 നാൾ മുമ്പ് ഏപ്രിൽ 1 ജോസഫിൻ്റെ 83-ാം പിറന്നാൾ. അസുഖക്കിടക്കയിലായിരുന്നിട്ടും മക്കളും മരുമക്കളും പേരക്കുട്ടികളുമെല്ലാം ചേർന്ന് വലിയ ആഘോഷമായിരുന്നു സംഘടിപ്പിച്ചത്. എന്നാൽ ആ സന്തോഷത്തിൻ്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതിനിടെയാണ് അദ്ദേഹത്തെ തേടി മരണവും എത്തിയത്. തിരുവല്ലക്കാരനായ ജോസഫ് ഫിലിപ്പ് ഇന്നലെ രാത്രിയോടെയാണ് മരണത്തിനു കീഴടങ്ങിയത്. കുടുംബാംഗങ്ങളെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ജോസഫിൻ്റെ വിയോഗം തീരാനഷ്ടമാണ് ആ കുടുംബത്തിന് നൽകിയിട്ടുള്ളത്. 83 വയസ്സായിരുന്ന ജോസഫ് ഫിലിപ്പ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെക്കാലമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. എറണാകുളത്ത് വെച്ചാണ് മരണം സംഭവിച്ചത്. എലിയാമ്മ ജോസഫ് എന്നാണ് ഭാര്യയുടെ പേര്. മീര ജാസ്മിനെ കൂടാതെ 4 മക്കളാണ് ജോസഫ് ഫിലിപ്പിന് ഉള്ളത്. ഇതിൽ ഏറ്റവും ഇളയ മകളാണ് മീര. ജിബി സാറ ജോസഫ്, ജെനി സാറ ജോസഫ്, ജോർജ്, ജോയ് എന്നിവരാണ് മറ്റു 4 മക്കൾ. മണിക്കൂറുകൾക്ക് മുമ്പ് വരെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന മീര ജാസ്മിൻ സഹോദരിക്കും കുടുംബത്തിനും ഒപ്പമുള്ള പിതാവിൻ്റെ പിറന്നാൾ ആഘോഷ ചിത്രങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. പിന്നാലെയാണ് അദ്ദേഹത്തെ തേടി മരണവും എത്തിയത്. നീണ്ട ഒരിടവേളയ്ക്ക് ശേഷം ഇപ്പോഴാണ് മീര ജാസ്മിൻ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വന്നത്. എന്നാൽ അഭിനയിച്ചു തുടങ്ങിയ കാലത്തോ സജീവമായ കാലത്തോ തിരിച്ചു വന്നതിന് ശേഷമോ ഒരിക്കലും മീര തൻ്റെ കുടുംബത്തെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ എവിടെയും സംസാരിച്ചിട്ടില്ല. സിനിമയ്ക്കപ്പുറത്തുള്ള തൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് കൂടുതലൊന്നും ആരും അറിയേണ്ട എന്ന നിലപാടായിരുന്നു മീര ജാസ്മിന് എപ്പോഴും ഉണ്ടായിരുന്നത്. അച്ഛനമ്മമാർക്കൊപ്പമുള്ളതോ സഹോദരന്മാർക്കൊപ്പമുള്ളതോ ആയ ഫോട്ടോകളും മീര സോഷ്യൽ മീഡിയയിൽ ഒന്നും പങ്കുവയ്ക്കാറില്ല. എന്തിനേറെ താരങ്ങളുടെ സ്വകാര്യ ജീവിതത്തെ ഇഴകീറി പരിശോധിക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും മീരയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചോ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചോ യാതൊരു വിവരവുമില്ല. വിവാഹത്തോടെയാണ് അഭിനയത്തിൽ നിന്നും മാറുന്നത് എങ്കിലും പിന്നീട് മീരയുടെ ദാമ്പത്യത്തിൽ എന്ത് സംഭവിച്ചു എന്നതും വലിയ ചർച്ചയായിരുന്നു. 6 വർഷങ്ങൾക്ക് ശേഷമാണ് മീര മകൾക്ക് എന്ന സിനിമയിലൂടെ തിരിച്ചു വന്നത്. അതിനുശേഷം ചെയ്ത ക്വീൻ എലിസബത്ത് എന്ന ചിത്രവും ശ്രദ്ധേയമായിരുന്നു. സിനിമയുടെ പ്രമോഷൻ പരിപാടികൾക്കെല്ലാം സജീവമായിരുന്ന താരം തൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിനും അവസരം നൽകിയിരുന്നില്ല. നിലവിൽ ദ ടെസ്റ്റ് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തിരക്കുകളിലാണ് നടി ഉള്ളത്. മീരയുടെ സഹോദരി ജെനി സാറ ജോസഫ് സ്കൂൾ ബസ് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സഹോദരൻ ജോർജ് അസിസ്റ്റന്റ് സിനിമാറ്റോഗ്രാഫറായും പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിൽ നായികയായി വേഷമിട്ട മീര ജാസ്മിൻ സൂത്രധാരൻ എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തിയത്. 2014 വിവാഹം കഴിഞ്ഞ ശേഷം സിനിമാ രംഗത്തു നിന്നും മാറി നിന്ന മീര 10 കൽപ്പനകൾ, പൂമരം എന്നീ സിനിമകളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.